വാഹന പരിശോധന കർശനമാക്കാൻ പോലീസ്. ആ ഡാ എന്തു പറ്റി? എന്തിനാ മോൻ കറിയണേ? വയോ വയോ വയോ. എന്തു പറ്റി? എന്ത് പറ്റിടാ മോനെന്തിനാ കറിയണേ? ഇരിക്കി. എന്തു പറ്റി? എന്തു പറ്റി? എന്തിനാ കറിയണ? എന്തിനാ? എന്തു പറ്റി? മോനെന്തു പറ്റി? ചേട്ടാ ഞാൻ കാണാണ്ട് സാറ്റ് അടിച്ചെന്നാ കണ്ടിട്ടല്ലേ സാറ്റ് അടിച്ചേ? കണ്ടിട്ടാണ് ഞാൻ സാറ്റ് അടിച്ചേ. അല്ല നീ എന്താ അങ്ങനെ? നീ എന്തിനാ എന്റെ മേത്തോറണേ? നീ എന്തിനാ എന്റെ മേത്തോറണേ? ചേട്ടാ അവൻ പറഞ്ഞപ്പോ ഞാൻ അറിയാണ്ട് അടിച്ചുപോയി. എന്നിട്ട് അവനെന്തെങ്കിലും പറ്റിയാ? അവന്റെ തലയെ പൊട്ടി. എന്റെ അച്ഛൻ വന്നിട്ട് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. സാറില്ല, മോൻ വിഷമിക്കണ്ട കേട്ടോ. ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടാ. എന്താ പീയൂഷ പ്രശ്നം? എന്താ സാർ ഞാൻ പോണേ? ഒരു കല്യാണം കൂടെ പോണതാ. ഇതോടടിച്ച് എന്റെ ഭാര്യയും പിള്ളേരൊക്കെ അവിടെ റെഡി ആയിട്ടാ. ഞാൻ ചെന്നിട്ട് അവർക്ക് പോകാനായിട്ട്. കല്യാണത്തിനല്ലേ? ആ രണ്ടെണ്ണം അടിച്ചിട്ട് കല്യാണം വേണ്ടതാ സാർ. വേണ്ടതാ സാർ. ഒരു കുഴപ്പമില്ല, നീ പിടിച്ചു തരണം. എങ്കിലും ചെറുതൊഴിക്ക്. ചെറുത് പിടിപ്പി. ഓരോ പിടിക്കട്ടെ. എനിക്ക് വേണ്ടതാ സാർ. വേണ്ട. എങ്കിലും ഒരെണ്ണം കൂടി ഒഴിക്ക്. കേട്ടാണ് നീ വളരെ അടിക്കതാ. വേണ്ടതാ സാർ. വേണ്ട. അടേ ഭാര്യയും പിള്ളേരെ കൂടെ നോക്കിയിരിക്കണം. കല്യാണം എന്നൊന്ന് വീട്ടിൽ കൂടെ നോക്കണം. ഈ കോലത്തിലാ? എന്നൊന്ന് വീട്ടിൽ കൂടെ നോക്കണം. ഈ കോലത്തിൽ നിന്നെ വേണ്ടി കൊണ്ടാക്കൂല. ആൾക്കാരെ എന്നെ പിടിച്ചു തല്ലു. അങ്ങനെ ഒരു പറ്റി പോയി അച്ഛനെ. ആ ദാസൻ എന്നെ നിർബന്ധിച്ചപ്പോ കുറച്ചധികം കഴിച്ചുപോയി. അങ്ങനെ വീട്ടിലാകെ പ്രശ്നമായി. എന്തുപറ്റി സന്തോഷേ? ഒന്ന് വീണു വണ്ടിമേന്ന്. കാര്യമായിട്ടൊന്നും പറ്റിയാ? ഒരു കോലായി. സന്തോഷ് ശ്രദ്ധിച്ചൊക്കെയുള്ള വണ്ടി ഓടിക്കാറുള്ളൂ. എന്തു പറ്റി? ഇവിടെ വാടക കയറി പോവാം. നമുക്കൊന്ന് ചാലക്കുടി വരെ പോയിട്ട് വരാം. പതുക്കെയാണെങ്കിൽ ഞാനില്ല കേട്ടോ. പെട്ടെന്ന് പോയിട്ട് വരാമെന്നുണ്ടെങ്കിൽ വരാം. സ്പീഡിൽ പോക്കോ, പെട്ടെന്ന് എത്തണം തിരിച്ച്. ശരിയെന്നാ. അവനൊന്ന് സ്പീഡ് കൂട്ടാൻ പറഞ്ഞപ്പോൾ ഒന്ന് സ്പീഡ് കൂട്ടി നോക്കുക. നിങ്ങളുടെ 3 പേരുടെ കാര്യം ഒരേ മാതിരിയാണല്ലോ. മറ്റുള്ളവരെ നിർബന്ധത്തിന് വഴങ്ങി നിങ്ങൾ ഓരോന്ന് ചെയ്തപ്പോൾ അവസാനം പണി കിട്ടിയത് ആർക്കാ? വഴി തെറ്റിക്കാൻ പലരും ഉണ്ടാവും. പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ആരെങ്കിലും ഉണ്ടായോ? ശരിയെന്നെ. ഇത് നിങ്ങൾക്കൊക്കെ കിട്ടിയ ഒരു പാഠമായിട്ട് കണ്ടാൽ മതി. അല്ലാതെ മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ശരികളാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരികളായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്.